കാലങ്ങളായിട്ട് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അല്പം സ്നേഹം കുറച്ച് ഉപദ്രവം ഈ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ യു ആർ ട്രോമ ബോണ്ടഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാൻ സാധിക്കുമെന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ടോക്സിക് വ്യക്തികളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ ആദ്യം തന്നെ എടുക്കേണ്ട സ്റ്റെപ്പ് നമ്മൾ ഈ റിയാലിറ്റിയെ മനസ്സിലാക്കുക എന്നതാണ്. അതായത് അവർക്ക് നിങ്ങളോടുള്ളതും തിരിച്ച് നിങ്ങൾക്ക് അവരോടുള്ളതും ട്രൂ ലവ് അല്ല, അത് ഒരു അഡിക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പാറ്റേൺ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ ട്രൂ ലവ് അല്ലാത്ത സംഭവത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. അതായത് സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ പല ടാലൻസും നിങ്ങൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ റിലേഷൻഷിപ്സ്, അത് ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ റിലേറ്റീവ്സ് ആയിക്കൊള്ളട്ടെ, ഇവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ചുറ്റും മാത്രം കറങ്ങിക്കൊണ്ടാണ് കുറച്ച് നാളുകളായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിയാലിറ്റി മനസ്സിലാക്കണം. ഇവരെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ഉള്ള നിങ്ങളും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള നിങ്ങളും ഏത് ലെവലിലാണ് ഇത് രണ്ടും നിൽക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം. അതിനുശേഷം മനസ്സിലാക്കുക, ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ ഗ്രാഫ് ഓരോ ദിവസവും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാരൻസ് ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത കുറേ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റും മാത്രമാണ്. 24 മണിക്കൂറും ഇവരെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഇത്തിരി കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി അവരുടെ പിറകെ നടന്ന് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഒട്ടും ഫോക്കസ്ഡ് അല്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ്, സെൽഫ് ഫോക്കസിങ് ആണ് വേണ്ടത്. അതേപോലെ നമ്മുടെ സെൽഫ് റെസ്പെക്ട്. ഈ ഒരു വ്യക്തി നമുക്ക് ഇട്ട് തരുന്ന ബ്രെഡ് ക്രംസ്, അതായത് ഇത്തിരിയുള്ള സ്നേഹം, അതിന് വേണ്ടിയിട്ട് അലയാതിരിക്കുക. നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെയുള്ളൊരു പാറ്റേണുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അഡിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഡിക്ഷൻ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തൊക്കെയായിരുന്നു നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ടാലൻസ്, നമ്മുടെ പാഷൻ, അതുപോലെ നമുക്കുണ്ടായിരുന്ന കുറേ ഗുണങ്ങൾ, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെഴുതുക. ഇതൊക്കെയായിരുന്നു ഞാൻ എന്ന് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞു കൊടുക്കുക. നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കുക. ശേഷം ടൈനി സ്റ്റെപ്സ് എടുക്കുക. വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങുക. അത് ഒരു റിലേഷൻഷിപ്പ് പുതുക്കലാവട്ടെ, അതായത് ഒരു പഴയ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കലാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറിച്ചിടുന്നതാകട്ടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ. അങ്ങനെ ടൈനി സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ട്രോമ ബോണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യം തന്നെ പതുക്കെ മറന്നു തുടങ്ങും. അതായത് ഈ വ്യക്തിയിൽ നിന്ന് ഫോക്കസ് മാറിയിട്ട് നമ്മളിലേക്ക് പതുക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ്. ഇത്രയും കാര്യങ്ങൾ മിസ്റ്റേക്സുകളൊക്കെ വന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അതേപോലെ പല കുറവുകളുമുള്ള ജീവിതത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ എന്നെ ഞാൻ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ എന്നെ, അതായത് പല കുറവുകളുമുള്ള എന്നെ ഞാൻ അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ലോകം മുഴുവൻ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് പോലും സെൽഫ് ലവ് തന്നെയാണ്. നമ്മുടെ മുടി ഒന്ന് കോതി ഒതുക്കുന്നതും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് വാങ്ങുന്നതും ഒക്കെ സെൽഫ് ലവിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയും നാളും നിങ്ങൾ മറ്റാർക്കോ വേണ്ടി അല്ലെങ്കിൽ മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് കുറച്ച് നാള് നമ്മളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങി നോക്കിക്കോളൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുന്നത് എന്നുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.